ഇൻഫിനിറ്റി നോമാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ലാസ്റ്റ് കുമ്പളങ്ങിത്തെ വീടിട്ട് ഇനിയിപ്പോൾ ഗവി കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏലപ്പാറ എന്ന സ്ഥലത്താണ്. വാഗമണ്ണും പോകാൻ നിൽക്കുക. ഇന്നലെ ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. ഈ കാണുന്ന ഹോം സ്റ്റേ ആണ് ബിജു ചേട്ടൻ എന്ന് പറയും. ഇവിടുത്തെ അവിടെ ഒരു സൈഡായിട്ട് ടെൻ്റ് അടിക്കാൻ പറഞ്ഞാണ് ഈ കാണുന്നത്. ഏകദേശം എടുത്തിച്ച് ടെൻറ്റിലെ കാര്യങ്ങളൊക്കെ ഇതാ ഏകദേശം പാക്ക്ഡ് ആണ്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പീനട്ടും. അപ്പോൾ ഒന്ന് ഇൻഫിനിറ്റി പൂള് പോകണം വാഗമണിൽ. അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണണം. ഇവിടുത്തെ വ്യൂ അടിപൊളി കേട്ടോ. ഞാൻ പോട്ടെന്നല്ലേ? ശരി, സന്തോഷം. എല്ലാം കഴിയുമ്പോൾ വിളിക്കാം. ഇൻഷാല്ലാ ഉറപ്പായിട്ടും അവിടെ വരുമ്പോൾ വിളിക്കാം. ഓ ആയിക്കോട്ടെ. നിങ്ങൾ കോഴിക്കോട് വരാനാണ് നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓക്കെ സോറി അപ്പോൾ വിളിച്ചോണ്ട് മറക്കാണ്ട്. ഞാൻ പോട്ടെന്നാല് കാണാം. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി എന്തോ ടീ പ്ലാന്റ് ഒക്കെ ഗ്രൂം ചെയ്യുന്നു. അതിനെന്താ റെഡിക്ക് പറയേണ്ടി വരില്ല, ഗ്രൂമനാണെന്ന് തോന്നുന്നു. അല്ല ചാവകല്ലേ ഇത്. ഇത് മറ്റേ ടെന്റാ, ട്രിപ്പ് പോവാ, ട്രാവലാ, യാത്ര, ഓൾ ഇന്ത്യ. അപ്പൊ അതിലേക്ക് വിരിച്ചിത് ടെന്റ് ഇതിന്റെ വിരിച്ചെടുക്കാല്ലേ സാധനം. ഞാൻ പോട്ടെന്നാലേ, ഞാൻ പോട്ടെ. വാഗമണിലേക്ക് വിടുന്നതാ 14 കിലോമീറ്റർ. ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമോ നോക്കാം. വാഗമണിലേക്ക് പോവും. അപ്പോൾ കണ്ടില്ല, സന്തോഷം. കാണാം. ഏകദേശം ഒരു 8 കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടി. എനിക്ക് 6 കിലോമീറ്റർ കൂടെ പോകാണ്ട്. ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. വണ്ടി ഒന്നും കാണുന്നില്ല. നടന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ വൈക്കൽ കണ്ട് പരിചയപ്പെട്ട് ഒരാളോട് ഞാൻ സംസാരിച്ച്, കച്ചവടക്കാർ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റംബൂട്ടാൻ കിട്ടി 2 എണ്ണം. ലിഫ്റ്റ് കിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 4 കിലോമീറ്റർ നടക്കാണ്ട്. നോക്കാം. കുറച്ചുകൂടെ നടന്നിട്ടാണെങ്കിൽ ഇതാ അടുത്ത ലിഫ്റ്റ് കിട്ടി. നമ്മൾ ചേട്ടാ നമുക്ക് ലിഫ്റ്റ് നിന്ന് ഏകദേശം വാഗമൺ ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് മറ്റേ ഇൻഫിനിറ്റി പൂളിലേക്ക് പോകുന്ന സ്ഥലം വരുന്നത്. ഇതിൻ്റെ ഈ ഇടയിലേക്ക് പോകണം. കുറച്ച് നടക്കാണ്ട് വിടുന്നത്. പോകുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ്. വഴികളൊക്കെ ഏകദേശം മോശമാണ്. പ്രായമായവരും അങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഇപ്പം ഈ ഇറക്കൊക്കെ ബാഗ് കൊടുത്ത് കയറണ്ടേ, അത് ആലോചിച്ചിട്ടാണ്. നമ്മൾ പോകാൻ പോണ സ്ഥലം ഏകദേശം എത്തി. ആ കാണുന്നതാണ്. ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകണം. ഏകദേശം ഇൻഫിനിറ്റി പൂൾ എത്തിയ. താഴത്ത് കാണുന്നതാണ് കുറച്ചുകൂടെ വെള്ളമല്ലേ. ഇവിടെ ആളില്ല, കുറവാണ്. താഴത്ത് കുറച്ച് ആളുകൾ. എൻ്റെ ബാഗ് ഏകദേശം അവിടെ വെച്ച് ഈ ഇറക്കം ബാഗ് ഇറങ്ങി പോകാൻ പറയുമ്പോൾ ചിലപ്പോൾ ഡേഞ്ചർ ആവും. ഞാൻ അതുകൊണ്ട് ബാഗ് ഇവിടെ വെച്ച്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊന്ന് തിരുമ്പാണ്ട്, ചളി അയക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊന്ന് തിരുമ്പണം. എന്നിട്ട് ഇവിടെ തന്നെ ഉണക്കാട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അതന്നെ.
എൻ്റെ യാത്രയിൽ ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബഡ്ജറ്റ് പരമാവധി കുറയ്ക്കൽ. സ്റ്റേ ചെയ്യൂ ടെൻ്റ് അടിച്ചിട്ട്. പിന്നെ ഇങ്ങനെ കാണുന്ന ഏതെങ്കിലും അരുവിയോ പുഴ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഡ്രസ്സ് കഴുകും, കുളിക്കും. ഇതൊക്കെ തന്നെ യാത്ര. ഇതാണ് ഞാൻ പറഞ്ഞ പൂള്. ഇപ്പോൾ തട്ടായിട്ട് പൂളായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ ഉപകാരമായി. 2 മലേൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ഉണങ്ങാണ്ട്. അത് ഉണങ്ങി കഴിഞ്ഞത് കാണുന്നത്. ഇതും കൂടി ഉണങ്ങി കഴിഞ്ഞാൽ പോണം. ഇതാണ് റിസ്കി പാർട്ട്. ഇതാണ് ഈ പൂളിൻ്റെ റിസ്കി പാർട്ട്. ഇനിയിപ്പോൾ ഇത് കയറണം. ഞാൻ മാത്രമാണ് കുഴപ്പമില്ല. എൻ്റെ ബാഗിൻ്റെ വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കാണുന്ന കയറ്റം കയറണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടനെ കണ്ട് ചോദിച്ച് ടെൻ്റ് അടിക്കാൻ പറ്റിയ വല്ല സ്ഥലം ഉണ്ടോയെന്ന്. അപ്പോൾ ചേട്ടനൊരു സ്ഥലം പറഞ്ഞു. അവിടെ പോയേക്കാം. ഏതോ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഈ റോഡ് പോണത്. അവിടെയാണ് ടെൻ്റ് അടിക്കുന്നത്. നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇത് വേറൊരാളൊരു പ്രോപ്പർട്ടിയാണ്. ടെൻ്റൊക്കെ അടിക്കാൻ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി. അനന്തു പറയും. അപ്പോൾ ഈ സ്ഥലത്തിനോട് അടിക്കാൻ പറഞ്ഞ ടെൻ്റ്. പോരാതിൽ നല്ല നൈസ് വ്യൂ കാണിച്ചു തരാം. ഏകദേശം ടെൻ്റൊക്കെ അടിച്ചതിന്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.